ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായിട്ട്, അപ്പോൾ ഇടാനായിട്ട് കുറച്ച് തിരക്കായിരുന്നതുകൊണ്ടാണ് കേട്ടോ പറ്റാഞ്ഞത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ എടുക്കുന്ന വീഡിയോ നെക്സ്റ്റോളാണ്. എനിക്കിന്ന് ഓഫാണ്. അപ്പോൾ ഞാൻ ഡേ ടൈമിലാണ് കേട്ടോ പോകുന്നത്. ഡേ ടൈമിൽ പോയിപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് വീഡിയോസ് എടുക്കുകയും ചെയ്യാം, നമുക്ക് സമാധാനത്തിൽ ഷോപ്പ് ചെയ്യാമല്ലോ, ബില്ല് ചെയ്യാനൊക്കെ പെട്ടെന്ന് കഴിയും. അങ്ങനെ പോയിപ്പോൾ കണ്ടു, ഇവിടെ ആരും ഇല്ല, ഒന്നോ രണ്ടോ പേര് അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റോന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. പിന്നെ മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ കുട്ടികൾക്ക് കുറച്ച് സ്റ്റേഷനറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല, കുറച്ചേ ഉള്ളൂ. നെക്സ്റ്റോയിൽ സ്റ്റേഷനറി എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ, ഗുദേവിയ നെക്സ്റ്റോ ആണ്. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഹസ്ബൻഡ് വന്നു കഴിഞ്ഞിട്ട് പിള്ളേരെ കൊണ്ടുപോയിട്ട് വാങ്ങാമെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ഷക്കീലാണ് കേട്ടോ പോണേ. അപ്പോൾ ഷക്കീൽ പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അവിടെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ഞാൻ ബാക്കി വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ അങ്ങനെ തിരിച്ചു പോകുന്നു. പിന്നെ ഞങ്ങൾ വൈകിട്ടാണ് കേട്ടോ പോയി ഷക്കീലിൽ പോയി. അവിടുന്ന് കുറച്ച് ബുക്സ് സ്റ്റേഷനറീസൊക്കെ വാങ്ങാണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് ഇതൊരു പുതിയൊരു സൂപ്പർ മാർക്കറ്റാണ്, മൾട്ടി മാർക്കറ്റിനാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇവിടെ ഇവർക്ക് നല്ല വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട്. അത് മാത്രമല്ല, കാർ പാർക്കിംഗ് ഉണ്ടെങ്കിലും നമുക്ക് പാർക്കിംഗ് കിട്ടാറില്ല ചില സ്ഥലങ്ങളിൽ. പക്ഷേ ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരുന്നു, കുറേ കാലിയിട്ട് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉള്ളിൽ നല്ല ക്രൗഡഡ് ഒന്നുമല്ല. ഇത് അധികം പുറത്തേക്ക് ആരും അറിയാത്ത ഷോപ്പാണോ എന്താണെന്ന് അറിയത്തില്ല. അകത്ത് ഒട്ടും തിരക്കില്ല. പിന്നെ ഇന്ത്യൻസിനൊന്നും കണ്ടില്ല കേട്ടോ, വെരി റെയറായിട്ട് വരുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. ഒക്കെ അറബ്സായിരുന്നു, കുറേ അറബ്സിനെ കണ്ടു അവിടെ. മലയാളീസോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻസോ അങ്ങനെ ആരെയും കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ വെറുതെ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഒന്ന് കയറി നോക്കാം, ഈ സാധനം ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ ഇനി വേറെ സ്ഥലത്തേക്ക് പോകണ്ടല്ലോ എന്ന് ഓർത്ത് ഒക്കെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ട. അങ്ങനെ ക്രോസ് ചെയ്ത് ഞങ്ങൾ അവിടെ പോയി കയറിയപ്പോൾ തന്നെ ഉണ്ണിക്ക് വിശക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ റെഡിമെയ്ഡായി വെച്ച ജ്യൂസ്, ഫ്രഷ് ജ്യൂസാണ്, അത് കുടിക്കാമെന്ന് വെച്ച് പോയപ്പോൾ അവർ പറഞ്ഞു ഉണ്ണിയൊക്കെ ഉള്ളതല്ലേ, നമ്മൾ അവിടുന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ട്, നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് എടുത്ത് തന്നാൽ നമുക്ക് അത് തന്നെ അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രസൻസിൽ ജ്യൂസാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഓറഞ്ച് ജ്യൂസ് വറക്കി കൊടുത്തിട്ടാണ്. അപ്പോൾ അവരത് ജ്യൂസാക്കി. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ഇവിടെ ആക്ച്വലി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ചാണ് കുറച്ചൊക്കെ നോക്കി. അപ്പോൾ ഇവിടെ സ്നാക്സ് ആയാലും തിങ്സ് ആയാലും ഒന്നും ഇന്ത്യൻ പ്രോഡക്റ്റ്സ് അധികം ഒന്നും കണ്ടില്ല, ഒക്കെ ഡിഫറെൻറ്റ് അറബിയിലാണ് കേട്ടോ എല്ലാം എഴുതി നോക്കണം. പിന്നെ സ്നാക്സ് ആയാലും ഫുഡായാലും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ബ്രെഡിൻ്റെ സെക്ഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെറൈറ്റി ഓഫ് ബ്രെഡും ബൺസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ അങ്ങനെ എടുത്തു കുറേശ്ശെയായിട്ട്. കണ്ടോ, തിരക്കൊന്നുമില്ല, ആരും ഇവിടെ ഇല്ല, അധികം തിരക്കൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ പോയ സമയം എന്ന് പറയുന്നത് രാത്രിയാണ്. യൂഷ്വലി എല്ലാ മാർക്കറ്റിലും ഈ സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാവാറുള്ളത്, പക്ഷേ ഇവിടെ ഒന്നും അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് പീസ്ഫുള്ളായിരുന്നു. രാവിലെ പോയ പോലെ നെക്സ്റ്റ് പോയ പോലെ തന്നെ നല്ല പീസ്ഫുള്ളായിരുന്നു. ബില്ലിങ്ങിനായാലും അധികം സമയമൊന്നും എടുത്തില്ല. പിന്നെ നട്ട്സ് ഉണ്ടായിരുന്നു, സീഡ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ, സീഡ്സും നട്ട്സൊക്കെ. പക്ഷേ ഇവിടെ കാണുമ്പോൾ കുറച്ചും കൂടി നമുക്ക് അവർ വെറൈറ്റി ആയിട്ട് പ്രസൻറ്റ് ചെയ്തുകൊണ്ടാണോന്ന് അറിയില്ല, അത് കാണുമ്പോൾ നല്ലൊരു കൗതുകം തോന്നിയിട്ട് അപ്പോൾ അതൊക്കെ ഇവിടെ വീഡിയോ എടുത്തു. പിന്നെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ നമ്മൾ പോണത്. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തു. അപ്പം പിന്നെ ഞാൻ ഇവിടെ ബസ്മതി റൈസ് പോലെ അരി കണ്ടായിരുന്നു. അപ്പോൾ ഇത് ബസ്മതി തന്നെയാണോ, അരി കണ്ടിട്ട് ബസ്മതി പോലെ ഉണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷനിലാണ് ഞാനും മോളും കൂടി ഇങ്ങനെ ആലോചിക്കുക. അറബിയിലാണ് എഴുതിയൊക്കെ, വായിക്കാനും പറ്റുന്നില്ല. എന്താ വേണ്ടതെന്ന് നോക്കി ലാസ്റ്റ് അവിടെ തന്നെ വെച്ച് ഞങ്ങളിങ്ങനെ പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇത് മുഴുവനായിട്ട് കണ്ടു നോക്കട്ടെ, എന്താ റിസൾട്ട് കാണാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.